ജന്മാദ്യസ്യേതോന്യാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തേജൂരയ തേജോ വാരി മൃതാം മേധാവിനിമയോ യത്രത്തി സർഗോ മുഷാധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 10-ാമത്തെ അധ്യായം നമ്മൾ അവസാനിപ്പിച്ചു. 11-ാമത്തെ അധ്യായം നമ്മൾ അവസാനിപ്പിച്ചു. 11-ാമത്തെ അധ്യായത്തിൻ്റെ പാരായണമാണ് ഇനി നിർവഹിക്കാനുള്ളത്. അഥ ഏകാദശോധ്യായ. മൈത്രേയ ഉവാച. ചരമസദ്വിശേഷാണാം അനേകോ സംയുത സദാ പരമാണുസവിജ്ഞേയോ നൃണാമൈക്യഭ്രമോ യഥാ. ഏറ്റവും ചെറിയ കാലയളവിനെയാണ് പരമാണു. ഒരു സെക്കൻഡിൻ്റെ 1/10 ചെറുതാണ് പരമാണു. സത ഏവ പദാർത്ഥസ്യ സ്വരൂപാവർത്തിതസ്യ യത് കൈവല്യം പരമമഹാനവിശേഷോ നിരന്തര ഏവം കാലോപ്യനുമിത സൗക്ഷ്മേ തൗല്യേച്ച സത്തമ സംസ്ഥാനുഭുക്തിയ ഭഗവാൻ അവ്യക്തോ വ്യക്തവോ വിഭു. എത്രയോ ചെറിയ കാലയളവും എത്രയോ വലിയ കാലയളവ് വരെയും സനാതനധർമ്മക്കാർ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം മാക്സിമം 2026 ആയിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ് മൂഢന്മാർ. ശരിക്കും ഒരച്ഛൻ നമ്മുടെ കലണ്ടറൊക്കെ മാറ്റണം. കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ 2026 കൃഷ്ണൻ ജനിച്ചിട്ടടക്കം 5000 ചില്ലാനം കൊല്ലായി. എന്നിട്ട് നമ്മൾ ക്രിസ്തുവാണ് ഇപ്പോഴും അടിസ്ഥാനമാക്കി എടുത്തിരിക്കുന്നത്. സത്യത്തിൽ അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ പ്രായോഗിക വിഷമങ്ങളുള്ളതുകൊണ്ട് നമ്മൾ അംഗീകരിച്ച് പോകുന്നു എന്നേ ഉള്ളൂ. 2026 അല്ല കാലം തുടങ്ങിയിട്ടായിട്ടുള്ളത്. എത്ര വലിയ തെറ്റാലോചിച്ച് നോക്കൂ. അത് നമ്മുടെ സൗക്ഷ്മേ സ്ഥൗല്യേ, ചെറുതായിട്ടും വലുതായിട്ടും നമ്മൾ വളരെയേറെ കാലത്തെ അളന്നിട്ടുണ്ട്. സകാല പരമാണുർവയോ ഭുങ്ക്തേ പരമാണുതാം സദോ വിശേഷഭുക്യത്വ സകാല പരമോ മഹാൻ. അണുദോ പരമാണുദൗ, 2 പരമാണു കൂടിയാലാണ് ഒരു അണു ആവുന്നത്. അണുദൗ പരമാണു, 2 പരമാണു ഒരണു. മെട്രിക് അളവ് പോലെ തന്നെയാണത്. സ്യാൽ ത്രിസരേണു ത്രയത്മിത ജാലാർക്കരശ്മി അവഗത. പലരും അത് ജലാർക്കരശ്മി അവഗത എന്നാണ് വായിക്കുക. നമ്മളും തെറ്റി വായിച്ചിട്ടുണ്ട് തുടക്കത്തിൽ. അവിടെ ജാലാർക്കം എന്ന് പ്രത്യേകം നോക്കണം. ജാലാർക്കരശ്മി അവഗത കമേവാനുപതന്നക ത്രിസരേണു ത്രികം പുങ്ക്തേ ഏക്കാലസ തുടിസ്മൃത ശതഭാഗസ്തു വേദത്തെ തേ തിബിത്തു ലവസ്മൃത നിമേഷ ത്രിലവോജ്ഞേയ ആംനാദത്തെ ത്രേഷണ ക്ഷണാം പഞ്ചവിതു കാട്ടാൻ ലഘുദാ ദശപഞ്ചശ ലഘൂനിവേ തമാംനാദ ദശപഞ്ചശ നാടിക തേതേ മുഹൂർത്തപ്രകര ഷഡ്യാമ സപ്ത വാ നൃണാം. അതിൽ മുഹൂർത്തം എത്രയെന്ന് പറഞ്ഞിരിക്കുന്നു. ദ്വാദശാർത്ഥ ഫലോന്മാനം ചതുർപ്പിച്ചതുരങ്കുലേഹി സ്വർണ്ണമാഷേ ഗതഛിദ്ര ജാവപൃത്ത ജലപ്ലുതം. ഒരു സ്വർണ്ണ സൂചി കൊണ്ടൊരു ദ്വാരം ഇട്ട ആ പാത്രം, ചെറിയ പാത്രം വലിയ പാത്രത്തിൽ മുങ്ങാൻ എടുക്കുന്ന സമയത്തിനെയാണ് നാഴിക അല്ലെങ്കിൽ നാഴിക എന്ന് പറയുന്നത്. യാമാചത്വാരോ മർത്യാനാം അഹനീയുപേ പക്ഷപ്പഞ്ചരചാഹാനി ശുക്ലകൃഷ്ണശമാനദ തയോസമുച്ചയോ മാതപിതൃണാം തദഹർനിശം ദോത്താവൃതോ ഷടയനം ദക്ഷിണം ജ്യോതിരം ദിവി. പിതൃക്കൾക്കും ദേവന്മാർക്കും നമ്മുടെ ഒരു മാസമാണ് ഒരു ദിവസം. 2 കൂട്ടർക്കും ഒരേപോലെയാണ്. അയനേ ചാഹനി പ്രാകുർ വസ്തരോ ഉത്തരായണവും ദക്ഷിണായനവും അവർക്ക് ഇന്ദ്രനൊന്നും ഇല്ല, ദേവന്മാർക്കൊന്നുമില്ല. എല്ലാ ദിവസവും ഒരേപോലെയാണ്. പകലും രാത്രി തുല്യം എന്നർത്ഥം. അയനേ ചാഹനി പ്രാകുർ വസ്തരോ ദാർശസ്മൃത സംവത്സര ശതനൃണാം പരമായുർ നിരൂപിതം. പ്രകട്ടധാരാചക്രത്ത പരമാണു അതിനാ ജഗത്തെ സംവത്സരാവസാനേന പര്യേത്യനിമിഷോ വിഭു. പര്യേത്യനിമിഷോ വിഭു സംവത്സര പരിവർത്തന ഇടാവത്സര ഏവച അനുവത്സരോ വത്സരച്ച വിതിരേവം പ്രഭാഷ്യത്തെ. കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസം കൂടിയത് മാത്രമല്ല, അത് സംവത്സരം. സംവത്സര ശാർദ്ധേ മന്ത്രമായിട്ട് നമ്മൾ ശ്രാദ്ധത്തിലും പിണ്ടത്തിലും ചെയ്യും. സംവത്സരം എന്ന് പ്രത്യേകം പറയണത് എന്താ വെച്ചാൽ 365 നമ്മുടെ കണക്കിലുള്ള ദിവസമാണ് സംവത്സരം. ഇനി വ്യാഴവട്ടം എന്ന് പറയുന്നതോ ഇതിൻ്റെ ഇരട്ടിയാണ്. വ്യാഴം ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റുമ്പോൾ അത് വ്യാഴവട്ടമാണ്. നമ്മുടെ 12 ഇരട്ടിയാണ് വരിക.
സംവത്സരം അതാണ് പരിവത്സരം, ഇടാവത്സരം, ഏവച്ച അനുവത്സരോ വത്സരം. 5 തരത്തിലാണ് ഇവിടെ വർഷം പറഞ്ഞിരിക്കണം. സംവത്സരം നമ്മുടെ വർഷം, കൂടാതെയോ പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, വത്സരം 5 തരത്തിലുള്ള വർഷങ്ങൾ ഉണ്ട്. വിദുരൈവം പ്രഭാഷതേ യസിജ്ജശക്തി മുരുദോ ശ്വസൻസശക്തിയാ പുംസോ അപ്രമായ ദ്വിധാവതി ഭൂതഭേദ കാലാക്കയാ ഗുണമയം കൃതിബിർ വിതന്വൻ തസ്മൈ ബലിം ഹരത. വത്സരപഞ്ചകനായിക്കൊണ്ട് ബലി പൂജ സമർപ്പിക്കുന്നു. മനസ്സുകൊണ്ടൊന്ന് നമസ്കരിച്ചു മൈത്രേയർ. ഇത്രയെന്നെ. എന്താ കാരണം? ഈ 5 തരത്തിലുള്ള വത്സരങ്ങൾക്ക് അടിസ്ഥാനം ഭഗവാനാണ്. അങ്ങനെ വത്സരപഞ്ചകനായിരിക്കുന്ന 5 വത്സരെ സൃഷ്ടിക്കുന്ന ഭഗവാനെ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. വിതുര ഉവാച പിതൃദേവ മനുഷ്യാണാം ആയു പരമിത മൃതാംബരേഷാം ഗതി മാചക്ഷ യേശു കൽപ്പാത് വികരിക്കിത ഭഗവാൻ വേദ കാലസ്യ ഗതിം ഭഗവതോ നനു വിശ്വം വിചക്ഷരേ ധീര യോഗരാധേന അവിടെ നീട്ടല്ലേ, യോഗരാധേന ചക്ഷുഷ. ബാക്കിയുള്ളവരുടെ ആയുസ് കേൾക്കണം, മനുഷ്യൻ്റെ അല്ലാത്തവരുടെ. മൈത്രേയ ഉവാച കൃതം ത്രേത ദ്വാപരഞ്ച കലിശ്ചേതി ചതുർയുഗം. അർത്ഥം അറിയാലോ, 4 യുഗം ഉണ്ടായി. ദിവ്യേ ദ്വാദശപേർ വർഷൈ സാവധാനം നിരൂപിതം 4 3 2 ചേകം കൃതാദിഷു യഥാ ക്രമം സംഖ്യാതാനി തകത്രാണി ദ്വിഗുണാനി ശതാനി ച. സന്ധ്യയുടെ അംശം കൂട്ടാണ്ടാണ് ഇവിടെ ഈ ആയുസിൻ്റെ സന്ധ്യയും കൂട്ടിക്കഴിഞ്ഞാൽ 3600. അതിങ്ങനെ കുറഞ്ഞു വരും. കൃതത്തിലാണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യം, അതിലും കുറച്ചാണ് ഏത് വരിക, ത്രേത, അതിലും കുറച്ചാണ് ദ്വാപരം, ഏറ്റവും കുറവാണ് കലി. അത് 1400. അങ്ങനെ ഓരോ കണക്കുകൾ പറഞ്ഞിരിക്കുന്നു. തമേവാകുർയുഗം ഞാൻ എത്ര ധർമ്മോ വിധീയതേ ധർമ്മചതുർപ്പാൻ മനുജാൻ കൃതേ സമനുവർത്തതേ സേവാന്വേഷധർമ്മേണ വേദി പാദേന വർത്തത തിലോക്യ യുഗസാഗത്രം ബ്രഹ്മണോ ദിനം താവത്തേവ നിശാതാത എന്നിമീലേതി വിശ്വദൃക്ക നിശാവസാന ആറുത്തോ ലോകകൽപ്പോനു വർത്തതേ യാവത്തിനം ഭഗവതോ മനോപുഞ്ചൻ ചതുർദശാത്വന്തം കാലം മനുക്തേ സാധികാം ഹേകസപ്തതിം മന്വന്തരേഷു മനവാ തത്വം ച ക്ഷയസുരാഹ ഭവന്തി ചേവ യുഗവ സുരേശ ചാനു ഏചതാൻ. കൃതം ത്രേതാദ്വാപരം കലി ഇപ്രകാരം 1000 പ്രാവശ്യം ആവർത്തിച്ചാൽ ബ്രഹ്മാവിനൊരു പകലും, 1000 കൂടി ആവർത്തിച്ചാൽ ഒരു രാത്രിയും. 2000 4 യുഗം ഇൻറ്റു 2000 ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. ഏഷദൈനംദിന സർഗോ ബ്രാഹ്മത്രൈലോക്യ വർദ്ധന തിര്യങ് പിതൃദേവാനാം സംഭവോ എത്ര കർമ്മ മന്വന്തരേഷു ഭഗവാൻ പിപ്രതത്വം സമൂർത്തിഭി മന്വാദിപരിതം മിശ്യ അവത്തുരിത പൗരുഷ തമോ മാത്രാനുപാദായ പ്രതിസന്നുദ്ധ വിക്രമ കാലേനാനുഗത ശേഷാത്തെ തുഷ്ണീം ദിനാത്തേ. അപ്പോൾ 1000 ചതുർയുഗം കഴിഞ്ഞാൽ ബ്രഹ്മാവിന് രാത്രി ആകുമ്പോൾ മിണ്ടാതെ ബ്രഹ്മാവ് ഇരുന്ന് ഉറങ്ങുന്നു. ഒരു അക്ഷരം മിണ്ടില്ല. തൂഷ്ണീം മൗനം അവലംബിച്ച് ഉറങ്ങുന്നു. തമേവാന്യഭിധീയന്തേ ലോകാഭൂരാദയത്രയാ നിശായാം അനുവൃത്തായാം നിർമുക്ത ശശിഭാസ്കരം. ബ്രഹ്മാവിൻ്റെ രാത്രിയുടെ പ്രത്യേകത സൂര്യനും ഉണ്ടാവില്ല, ചന്ദ്രനും ഉണ്ടാവില്ല. നമ്മുടെ രാത്രി സൂര്യനെ ഇല്ലാണ്ടേ ഉള്ളൂ, ചന്ദ്രൻ ഉണ്ടാവും അല്ലേ? പക്ഷെ അതും ഇല്ലാത്രേ ബ്രഹ്മാവിൻ്റെ. നിർമുക്ത ശശിഭാസ്കരം. ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. അത് നിർമുക്തമാവണു, ഇല്ലാണ്ടാവണു. ത്രിലോക്യാം ദഹ്യമാനായാം ശക്തിയാ സംഘർഷണാഗ്നിനാ യാന്തൂഷ്മണ സഹർ മഹർ ലോകാം ജനം മൃഗാദയോദ്ദിതാഹ. മൃഗാദി മഹർഷികളുടെ കാലത്തിനും വ്യത്യാസമുണ്ട്, നമ്മുടെ കാലമല്ല. കാരണം അവർ സപ്തർഷികളാണ്. ഓരോ യുഗം കഴിയുന്തോറും മന്വന്തരം കഴിയുമ്പോൾ 71 ചതുർയുഗമാണ് ഒരു മനുവിൻ്റെ കാലം. അപ്പോൾ ഇന്ദ്രൻ മാറും. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേരാണ്, ഒരാളുടെ പേരല്ല. ബ്രഹ്മാവ് മാറും, എല്ലാം മാറും. സപ്തർഷികൾ മാറും, മനുവിൻ്റെ മക്കളും മാറും, മനുവിൻ്റെ മക്കൾ മാറും. ഇതൊക്കെ മാറി വരുന്നതിനെയാണ് മന്വന്തര സമ്പ്രദായം, മന്വന്തര സിസ്റ്റം എന്ന് പറയുന്നത്. പ്ലാവയന്തി കടാടോപ ചണ്ഡവാതേരി തോർമയ. പ്രളയം വരുമ്പോൾ ധാരാളം തിരമാലകൾ ഉണ്ടാവും. ചണ്ഡവാതേതി ഊർമി ഓളങ്ങൾ. അന്തസ്സാർപ്പിന്തരിലെ ആർത്തേനന്ദാസനോഹരി യോഗനിദ്രാനിമീലാക്ഷ സൂയമാനോ ജലാശയി. ഒരു പ്രളയം കഴിഞ്ഞ് അടുത്ത പ്രളയത്തിൻ്റെ ഇടയിൽ, പ്രളയം തുടങ്ങുമ്പോഴും യുഗം തുടങ്ങുമ്പോഴും പ്രളയം ഉണ്ടാവും. ബ്രഹ്മാവിൻ്റെ ആയുസ് ഒരു ദിവസം തുടങ്ങുമ്പോൾ പ്രളയം ഉണ്ടാവും, ദിവസം അവസാനിക്കുമ്പോഴും പ്രളയം ഉണ്ടാവും.
ആ കഴിയുമ്പോഴുള്ള പ്രളയം തന്നെയാണ് അടുത്ത ദിവസം തുടങ്ങുമ്പോൾ. അപ്പോൾ ആനന്ദാസനായിട്ടാണ് ഹരി ഇരിക്കുകയാണ് ആനന്ദൻ്റെ മുകളിൽ, കിടക്കില്ല. യോഗനിദ്ര നിമീലാക്ഷ തൂയമാനോ ജനാലയെ ഏവം വിധേ രഹോരാത്രയെ കാലഗത്യോപലക്ഷ്യത അപക്ഷിതമിവ അസ്യാഭി പരമായുർ വയശതം യഥർത്ഥം ആയുഷ തസ്യ പരാർത്ഥം അവിധീയതേ. അവിടെ പലരും പരമാർത്ഥം എന്ന് വായിക്കേ. പരാർത്ഥം അവിധീയതേ പരാധോ ഉപക്രാന്തോ അപരോത്യ പ്രവർത്തതേ. പൂർവസ്യാദോ പരാർത്ഥത്യ ബ്രാഹ്മോ നാമ മഹാനപോൽ കൽപ്പോ എത്ര ഭവത്തോ നാ ശബ്ദ ബ്രഹ്മേതി യം വിദോ. പൂർവസ്യാദോ പരാർത്ഥസ്യ, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം കഴിയുമ്പോൾ പരാർത്ഥം എന്ന് പറയും. അത് 50 കൊല്ലം കഴിയുമ്പോഴാണ് പരാർത്ഥം എന്ന് പറയുക. ആ പരാർത്ഥ കാലത്തെ സൃഷ്ടിയെ പറയാം, ഒരു ദിവസത്തെ പറയുക. അതന്നെയാണല്ലോ എല്ലാ ദിവസവും, വേറെ ഇല്ല. ഒറ്റ ദിവസത്തെ തന്നെ സാമ്പിൾ വെടിക്കെട്ട് നമ്മൾ പറയണ പോലെ സൃഷ്ടി പറയാം. അവിടെയാണ് വരാഹ അവതാരം ഭഗവാൻ സ്വീകരിച്ച വരാഹകൽപ്പം ഉണ്ടായത്. തസ്സൈവ ശാന്തേ കൽപ്പോപതിയം പാത്മം അഭിചക്ഷതേ എത്തരേർ നാഭിതരത്ത ആസി ലോക സരോരുഹം. എങ്ങനെയാണ് ഒരു ദിവസത്തെ ദിനചര്യ പറയുക? തുടക്കം എങ്ങനെയാണ്? നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങണു അല്ലേ? മറ്റവരെങ്ങനെയാണ് തുടങ്ങണ? ബ്രഹ്മാവ് നാഭിയിൽ നിന്ന് താമര ഉണ്ടാവുക, അവിടുന്ന് ആണ് ആ തുടക്കം. അങ്ങനെ താമരയിൽ ബ്രഹ്മാവ് ഉണ്ടാവണു, ഒരു ദിവസം ആരംഭിക്കണു. അയന്തു കരുതക്കൽപ്പോ ദ്വിതീയസ്യാഭിഭാരത വാരാഹ ഇതി വിഖ്യാതോ എത്രാതി തൂകരോഹരി. ഒരു വരാഹകൽപ്പം എന്ന് പറയുന്ന കൽപ്പത്തിന് വരാഹ അവതാരം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറയണത്. എല്ലാ കൽപ്പവും ഒരുപോലെ തന്നെയാണ്, പക്ഷേ വരാഹ അവതാരം ഉണ്ടായ കൽപ്പത്തെ വരാഹകൽപ്പം എന്ന് പറയുന്നു. കാലോയം ദിപരാത്യാക്കോ നിമേഷ ഉപചര്യത്തെ അവ്യാകൃതസ്യ അനന്തസ്യ അനാദേ ജഗതാത്മന കാലോയം പരമാണു ആദ്യ ദിപരാർത്ഥാന്ത ഈശ്വര നൈവേഷിതം പ്രഭുഭൂമന ഈശ്വരോദാമമാനിനാം വികാരേ യുക്തൈ സഹിതോ യുക്തൈ വിശേഷാദിവിരാവൃത ആണ്ടഘോഷോഭിഗതയം പഞ്ചാചക്കോടി വിത്രിത. ആദ്യം ബ്രഹ്മാവ് ചെയ്യുന്നത് എന്താണ്? തൻ്റെ താമര വിഭജിക്കുക, 14 വിഭജിക്കുക. ഇതിനാ 14 വിഭജിക്കണം. 14 ലോകം, അതുകൊണ്ടാണ് അങ്ങനെ വിഭജിക്കണം. 3 പറയും. അത് ഈ 14 ഡിവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ താമരയെ വിഭജിക്കലാണ് ആദ്യത്തെ സൃഷ്ടിയുടെ കർമ്മം. ദശോത്തരാധികേറിയത്ര പ്രവിഷ്ട പരമാണുവൽ ലക്ഷ്യതേന്തർക്കതച്ചാന്യേ കൂടിശോ ഖണ്ഡരാശ്യ തഥാകുരക്ഷരം ബ്രഹ്മ സർവകാരണ കാരണം വിഷ്ണോർധാമവരം സാക്ഷാൽ പുരുഷസ്യ മഹാത്മന. എല്ലാറ്റിൻ്റെയും കാരണനാരാ ചോദിച്ചാൽ ഭഗവാൻ തന്നെ. ഭഗവാൻ വിഷ്ണു ഹരി എന്നിവിടെ പറഞ്ഞു. ആ ഹരി തന്നെയാണ് ബ്രഹ്മാവായിട്ടും വിഷ്ണുവായിട്ടും ശിവനായിട്ടും തീരുന്നത്. ഇത് വേറെ ഒന്നും അല്ലാതെ നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് ബ്രഹ്മാവ് വേറെ വിഷ്ണു വേറെ. ശിവക്ഷേത്രത്തിൽ ഭാഗവതം വായിക്കരുത് അടക്കം പറഞ്ഞ ആൾക്കാരുണ്ട് ഇവിടെ. ഈ എന്ത് ശിവക്ഷേത്രത്തിൽ ഭാഗവതം വായിച്ചാൽ പണ്ടേ പതിവുള്ളതാണ്. അവരൊക്കെ വിവരമില്ലാത്ത പൊട്ടന്മാരാ. വിഷ്ണു ക്ഷേത്രത്തിൽ ശിവപുരാണം വായിക്കരുത്. ദേവി ഭാഗവതം മറ്റെവിടെയും പാടില്ല. പൂജ മാറി ചെയ്യാറില്ല. പുരാണങ്ങളൊക്കെ എവിടെ വായിച്ചാലും ഒരു തെറ്റുമില്ല. അപ്പം നമ്മൾക്ക് ഭേദബുദ്ധിയുണ്ട്, തെറ്റാണ്. ഭാഗവത്തിലേക്കൊക്കെ എത്തിയാൽ കുറച്ച് അതൊക്കെ ഇല്ലാണ്ട് ഇവിടെ എന്ത് വിഷ്ണു എന്ത് ശിവൻ ഇതൊക്കെ പരബ്രഹ്മല്ലേ. അങ്ങനെ ഉള്ള തത്വം അറിയാത്തവർ എത്ര കാലം കഴിഞ്ഞാലും ഉയരില്ല. അതാണ് സർവകാരണം. എല്ലാ കാരണങ്ങൾക്കും കാരണമായിട്ട് ഒരൊറ്റ ശക്തിയുള്ളൂ, ഒരൊറ്റ ശക്തി, അദ്വൈതം. അത് സ്ത്രീയല്ല, പുരുഷനല്ല, ഷണ്ഡനല്ല, ദേവിയല്ല. നോ, ദേവിയല്ല, ശിവനല്ല, പുരുഷനല്ല, വിഷ്ണുവല്ല, അയ്യപ്പനല്ല, അല്ല അല്ല അല്ല. അതാണ് നേതി പ്രക്രിയ. ഉപനിഷത്താ ശാസ്ത്രങ്ങളെ നിഷേധിക്കുകയാണ്. അതുമല്ല ഇതുമല്ല അതുമല്ല, ഒന്നുമല്ലാത്തതായിട്ട് ഏതുണ്ടോ അതാണ് പരബ്രഹ്മശക്തി. ആ ഒരു ബോധം നമുക്കില്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഉയരാൻ കഴിയില്ല. തമാശയായിട്ട് പറയും ഏറ്റവും വലിയ അദ്വൈതം അല്ല 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 എന്ന് പറയുന്നവരാണ്. തമാശയായിട്ടോ, കാര്യമല്ല. അല്ല അതുമല്ല അതുമല്ല അതും അല്ല അല്ല അല്ല, ഇതൊന്നും അല്ല, തമാശയായിട്ടോ കാര്യമില്ല. വിഷ്ണോർധാമ പരം സാക്ഷാൽ പുരുഷത്തെ മഹാത്മന. ഒന്നുമല്ലാതായിട്ട് എല്ലാമായിട്ട് ഏതൊന്നിരിക്കുന്നുവോ ആ ശക്തിയെ തിരിച്ചറിയലാണ് ആത്മീയം കൊണ്ട് നമ്മൾ നേടേണ്ടത്. നേടാതെ എത്ര കാലം കടന്ന് നീന്തിയാലും കരയ്ക്ക് അണയില്ല എന്ന് ചുരുക്കം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംവിധായാം തൃതീയസ്കന്ധേ ഏകാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
ഇനി 12-ാമത്തെ അധ്യായം മൈത്രേയർ തുടരുന്നു. ചതുർത്ഥസ്കന്ധം വരേക്കും ഈ മൈത്രേയ ഉക്തി തന്നെയാണ്. ഇനി പറയാൻ പോണത് വേറെ സൃഷ്ടികളാണ്. ഇപ്പോൾ കാലത്തെ പറ്റി പറഞ്ഞു, മറ്റു ചില സൃഷ്ടികളെ പറ്റി പറഞ്ഞു. 10-ാം അധ്യായത്തിൽ സൃഷ്ടിയാണ്. വനസ്പതി, ഓഷധി, ലത, ത്വക്സാര, വീരുത്തുകൾ ഒക്കെ സസ്യജാലങ്ങൾ ഒക്കെ പറഞ്ഞുല്ലോ. തിര്യക്കുകൾ, മനുഷ്യർ, ദേവന്മാർ, അങ്ങനെ പറഞ്ഞു, ഗന്ധർവന്മാർ. ഇനി ചില വേറെ സൃഷ്ടികൾ, ഒരു ദേവസൃഷ്ടിയാണ് പറയണത്. ശിവൻ, ദേവൻ മുതലായിട്ടൊരു സൃഷ്ടി, ചില ലോകങ്ങളുടെ സൃഷ്ടി, മറ്റു ചില സൃഷ്ടിയുടെ ഭാവങ്ങൾ. മൈത്രേയ ഉവാച ഇതിതേ വർണ്ണിതക്ഷത്ത കാലാഖ്യ പരമാത്മന മഹിമാ വേദഗർഭോധ യഥാസ്രാക്ഷി നിബോധമേ. ക്ഷത്ത അല്ലയോ വിതുര, സജ്ജനമാണ് വിതുരൻ, കേൾക്കാൻ ആഗ്രഹമുണ്ടല്ലോ. പരമാത്മാവിൻ്റെ കണ്ടു ഇവിടെ പത് അധികം പ്രയോഗിക്കണം. വിഷ്ണുവിൻ്റേതും കൂടി പറഞ്ഞില്ല, ഇത് വിഷ്ണുവിനെ പറ്റിയുള്ളതാണ്. പരമാത്മാവിൻ്റെ കാലമഹിമ പറഞ്ഞു കഴിഞ്ഞു. ഇതിതേ വർണ്ണിത ക്ഷത്ത കാലാഖ്യ പരമാത്മാവായിട്ടുള്ള ഈശ്വരന് കാലം ബാധകമാണ്. അവിടെ മതവ്യത്യാസം എല്ലാവർക്കും ഉണ്ട് കാലം, ഇല്ലേ? കാലം ബാധിക്കാത്തവരാരാ? മഹിമ വേദഗർഭോധ യഥാസ്രാക്ഷി നിബോധമേ. ഇനി ബ്രഹ്മാവ് സൃഷ്ടിച്ചതിനെ കേൾക്കുക. മേ നിബോധ, എന്നിൽ നിന്ന് കേട്ടാലും. സസർജാഗ്രേ അന്ധതാമിശ്രം അധാ താമിശ്രം ആദികൃ മഹാമോഹഞ്ച മോഹഞ്ച തമശ്ച അജ്ഞാനവൃത്തയാ. വീണ്ടും പറഞ്ഞു ആദികൃത്, സൃഷ്ടാവ്. എന്താ ക്രിസ്ത്യൻസ് പറയുക? കർത്താവ്, സൃഷ്ടികർത്താവ്. എല്ലാം ഒന്ന് തന്നെയാണ്. ആ സൃഷ്ടിയാണ്, കർത്താവാണ് ലോകത്തെ സൃഷ്ടിച്ചത്. അഗ്രേ, ആദ്യത്തിൽ സൃഷ്ടിച്ചത് എന്താണ്? അന്ധതാമിശ്രത്തെയും നരകം 28 തരം എന്ന് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു. 26-ാം അധ്യായം 5. ദേവി ഭാഗവത്തിൽ ഒരുപാട് പറയുന്നുണ്ട്. എത്രയാ നരകം? 90 നരകമൊറ്റ പറയുന്നുണ്ട്. ഒന്നും കാര്യമില്ല. പല ഗ്രന്ഥങ്ങളും നോക്കരുത് എന്ന് പറയണത് അതുകൊണ്ടാണ്. എന്താ അറിയോ? ആശയക്കുഴപ്പം വരും. ഒന്നും മതിയില്ല. ഇപ്പോൾ ശ്രീമദ് ഭാഗവതം മാത്രം മതി. അത് ശരിക്കും ഫോളോ ചെയ്യാൻ തന്നെ ഒരാഴ്ച കൊണ്ട് പറ്റുമോ നമുക്ക്? എന്തിനാ ആ പുരാണോ ഈ പുരാണോ നോക്കിയിട്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കണം? അവിടെ 90 എന്നാണല്ലോ പറഞ്ഞത്, ഇവിടെ 28 എന്നാണല്ലോ പറഞ്ഞത്. എന്തായാലും അതിലത്തെ ഒന്നാണ് അന്ധതാമിശ്രം. ഒന്ന് ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് ഒരായുസ് പോരാ. ഒരായുസല്ല, പല ആയുസ് പോരാ, മതിയോ? അപ്പോൾ കഴിയുന്നത് അതും ഇതും ഇങ്ങനെ ഒരുപാട് പുരാണങ്ങൾ നോക്കണ്ട. അപ്പോൾ ദേവീഭാഗവതം അല്ലേ, ശിവപുരാണം, ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരും. ശ്രീമദ് ഭാഗവതം അവസാനം ഉണ്ടാക്കിയ പൂർണ്ണമാണ് എന്ന് വ്യാസൻ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് അത് മതി. അന്ധതാമിശ്രം പോട്ടെ. അന്ധതാമിശ്രം, താമിശ്രം ഇതൊക്കെ ഓരോ നരകഭേദങ്ങളാണ്. അതിനെ സൃഷ്ടിച്ചു. മോഹം, മഹാമോഹം പിന്നെയും സൃഷ്ടിച്ചു. അന്ധതാമിശ്രം, താമിശ്രം എന്നീ നരകങ്ങൾ. അവിടെ വസിക്കാൻ ആൾ വേണ്ടേ? അവിടെ വസിക്കാരാ? പാപം ചെയ്തവർ. പാപം ചെയ്യാൻ എന്ത് വേണം? മോഹം വേണം. മോഹം എന്ന് പറഞ്ഞാൽ എന്താ? അജ്ഞാനം. യഥാർത്ഥ തത്വത്തെ, സത്യത്തെ അറിയാതെ അജ്ഞാനം സൃഷ്ടിച്ചാലേ അന്ധതാമിസത്തിലും താമിസത്തിലും കയറാൻ ആളുണ്ടാവുള്ളൂ. ഒരു വണ്ടിയുടെ പെട്ടി കോച്ച് പോലെയാണ്, അല്ലെങ്കിൽ കാലിയായിട്ട് ഓടണ്ടേ? അപ്പോൾ ബ്രഹ്മാവ് വിചാരിച്ചു ഈ കോച്ചിൽ കയറാൻ ആര് വേണം? ചില പാപികൾ വേണം, വേണ്ടേ? ആ പാപികൾക്ക് എന്തുണ്ടാവണം? അജ്ഞാനം. യഥാർത്ഥ സത്യത്തെ അറിയാതെ ചിലതൊക്കെ ചെയ്യണം. ആളെ പറ്റിച്ചിട്ടും കാശുണ്ടാക്കണം, ചിലരെ കൊന്നിട്ടും ദ്രോഹിച്ചിട്ടും കാശുണ്ടാക്കണം, മറ്റുള്ളവരുടെ വിഷമം ഉണ്ടാക്കണം, തനിക്കൊരു ഗുണമില്ലെങ്കിലും വേറൊരാളെ വിഷമിപ്പിക്കണം. ഈ ലോകത്തിൻ്റെ ഭാഗമാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വിഷമിച്ചിട്ടും കാര്യമില്ല. അത് ബ്രഹ്മാവ് സൃഷ്ടിച്ചു കഴിഞ്ഞു. അത് ചിലരെ ബാധിക്കാതിരിക്കുമോ? അർഹത നോക്കിയിട്ട് ഇതിങ്ങനെ ചിലർ സ്വീകരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥലം പോവും. മഹാമോഹഞ്ച മോഹഞ്ച തമശ്ച അജ്ഞാനവൃത്തയ. ജ്ഞാനം ഉള്ളതോടൊപ്പം തന്നെ കാരണം അതൊക്കെ അറിയാൻ ഒരുപാടുണ്ട്. അറിഞ്ഞാൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ തീരും. സംശയം ഉണ്ടാവില്ല. പിന്നെ എന്താ ലോകത്തിൽ തിന്മ ഉണ്ടാവണത്? എന്താ ലോകത്തിൽ നന്മ
മാത്രമല്ലാതെ അക്രമികളും അതൊക്കെ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടേ. ലോകത്തിൻ്റെ ഭാഗമാണത്. പിന്നെ അതിൽ ചിലർക്ക് ഇല്ലാതിരുന്നോ? പിന്നെ ഇതിനൊക്കെ അർത്ഥമുണ്ടോ ഉണ്ടാക്കിയതിന്? അജ്ഞാന വൃത്തയ, ചില അജ്ഞാനങ്ങളുണ്ടായി. അപ്പോൾ ചീത്ത പ്രവൃത്തികളും ചീത്ത വാസനകളും ചെയ്യുന്നവർ ചീത്ത അവസ്ഥകളെ പ്രാപിക്കുന്നു. തിരിച്ചാവുമ്പോൾ തിരിച്ചും അതുപോലെ തന്നെ. അപ്പം നമ്മുടെ ഈ ജന്മത്തെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ ജന്മത്തെ കർമ്മങ്ങളുടെ ഫലമാണോ എന്ന് അസന്നിഗ്ധമായിട്ട് അറിവുള്ളവർ പറയുന്നു. അവിടെയാണ് പലരും പല വിധത്തിൽ ജീവിക്കേണ്ടി വരുന്നത്. എല്ലാവരും ഒരുപോലെയാണ് അമ്മ പ്രസവിക്കണത് അല്ലേ? വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. പക്ഷേ എങ്ങനെയാണ് ഇവരുടെ അനുഭവങ്ങൾ മാറുന്നത്? ചിലർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവണു, ചിലർക്ക് പരിശ്രമിച്ചിട്ട് നന്നാവണു, ചിലർക്ക് പരിശ്രമിക്കാതെ നന്നാവണു, ചിലർക്ക് പരിശ്രമിച്ചിട്ടും നന്നാവണില്ല. വലിയ കഴിവൊന്നും ഇല്ലാത്തവരൊക്കെ നന്നാവുന്നുണ്ട്. ധാരാളം കഴിവുള്ളവർ കഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഈ കഷ്ടപ്പാട് വിഷമം എന്ന് പറഞ്ഞിട്ട് നന്നാവാത്തവരെ നമ്മൾ ഒരിക്കലും പഴിക്കുകയോ താണ് കാണുകയോ ചെയ്യരുത്. ഈ നന്നായതൊക്കെ നന്നായവരുടെ കഴിവൊന്നുമല്ല. നന്നാവാത്തത് അവരുടെ പൂർണ്ണമായ കഴിവുകേടും അല്ല. ഇത് രണ്ടും നമ്മളെ ബാധിക്കുന്നുണ്ടാവാം, പക്ഷേ പൂർണ്ണമായിട്ട് അതല്ല. ഈ കഴിവില്ലാണ്ടാവാൻ എന്താ കാരണം? കഴിവുണ്ടാവാൻ എന്താ കാരണം? അതൊന്ന് ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിക്കേണ്ട. ചിലർ കഴിവുണ്ടാവുന്നു, അവർ വിചാരിക്കുക അവരുടെ സാമർഥ്യമാണെന്ന്. സാമർഥ്യമായി ഈ കഴിവില്ലാണ്ടായ ഒറ്റ സെക്കൻഡ് പോരെ. ആലോചിച്ച് ഒരു മസ്തിഷ്ക മരണം സംഭവിച്ചാൽ പോരെ, പിന്നെ എന്ത് കഴിവാണ്? അപ്പോൾ ഇതൊന്നും മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിലല്ല. കഴിവുണ്ടായാൽ അതും ഒരു പൂർവജന്മ സുഹൃതാണ്, ഇല്ലെങ്കിൽ അതും ഒരു പൂർവജന്മ ദുഷ്കൃതമാണ്. അതിന് നമ്മൾ അവരെ പഴിച്ച് കാണുക, നമ്മുടെ കേമത്വം അവരോട് പറയുക, അല്ലെങ്കിൽ നമ്മൾ കേമന്മാരാണ് എന്ന് നടിക്കുക. ഇത് തെറ്റാണ്. അതവിടെ തമശ്ച അജ്ഞാന വൃത്തയ, അതിനെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. ഇപ്പോഴേ ലോകമാവുള്ളൂ. സൃഷ്ട്വാ പാപീയസീം സൃഷ്ടിയും നാത്മാനം ബഹുമന്യത. ഈ പാപങ്ങളെ സൃഷ്ടിച്ചപ്പോൾ എന്തുണ്ടായി? ബ്രഹ്മാവിന് കുറച്ച് മനസ്സമാധാനം കുറഞ്ഞു. ചീത്ത സൃഷ്ടിച്ച ബ്രഹ്മാവിനും ഉണ്ട് അത്രയും ദുഃഖം, നല്ലത് സൃഷ്ടിച്ചാൽ സന്തോഷം ഉണ്ടാവും. ബ്രഹ്മാവിന് ഈ പാപങ്ങൾ ബാധിക്കും. ബ്രഹ്മാവ് അതീതനല്ല. ആത്മാനം ബഹുമന്യത എന്ന് പറയുകയാണ്. പാപങ്ങളെ നേരത്തെ പറഞ്ഞതിനെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവ് അസ്വസ്ഥനായി എന്നാണ് പറയണത്. ആത്മാനം ബഹുമന്യത, സുഖമായിട്ട് വിചാരിച്ചില്ല. ഇപ്പം എന്ത് ചെയ്തു? ഭഗവത് ധ്യാന പൂതേന മനസ്സോന്യാം തതോസൃജത്ത്. വേഗം ഭഗവാനെ ധ്യാനിച്ചു. എപ്പോൾ വിഷമമുണ്ടായാലും ഒറ്റ കാര്യം ചെയ്യാവുള്ളൂ, ഭഗവാനെ മനസ്സിൽ ചിന്തിക്കുക. രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ല. വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, കരകാണാക്കടലിൽ പെട്ട് രക്ഷപ്പെടാൻ ഭഗവാന്റെ പാദത്തെ ചിന്തിക്കുകയല്ലാതെ വേറൊരു മാർഗമില്ലാത്തതിനാൽ ബ്രഹ്മാവ് എന്തു ചെയ്തു? ഭഗവത് ധ്യാന പൂതേന, ഭഗവാനെ ധ്യാനിച്ചിട്ട് ശുദ്ധനായി. ഫലം അപ്പം കിട്ടി. ഈ പാപങ്ങളെ സൃഷ്ടിച്ച ദുഃഖത്തിൽ നിന്ന് മുക്തനായി. പിന്നെന്ത് ചെയ്തു? മനസ്സ അന്യാൻ തത അസൃജത്ത്, നല്ലതിനെ സൃഷ്ടിച്ചു. ഈ ചീത്ത സൃഷ്ടിച്ചിട്ട് എന്തുണ്ടാവാനാ? കുറച്ച് നല്ലത് സൃഷ്ടിച്ചാലോ എന്നങ്ങനെ ചിന്തിച്ച് മനസ്സുകൊണ്ട് നല്ല സൃഷ്ടികളെ ഉണ്ടാക്കി അല്ലെങ്കിൽ സൃഷ്ടിച്ചു. അതേതാ? സനകം ച സനന്ദം ച സനാതനം അതാത്മഭൂ സനകുമാരൻ ച മുനിയും. ഇതാണ് 4 കുമാര സൃഷ്ടി എന്ന് ഇവയെ പറയും. ഇവരെന്നും ബ്രഹ്മചാരികളായിരുന്നു, വിവാഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവരെ കുമാരന്മാർ. കുമാരൻ കുമാരി എന്ന് പറഞ്ഞാൽ എന്താ? വിവാഹം കഴിക്കാത്തവർ എന്നാണ് ആ വാക്കിൻ്റെ ഒരർത്ഥം കേട്ടോ. ആ അർത്ഥം മാത്രമൊന്നും അല്ല ഉള്ളൂ. കുമരൻ സുബ്രഹ്മണ്യനെ പറ്റിയിട്ടൊക്കെ പറയും, ഒരുപാട് അർത്ഥങ്ങൾ വേറെയുണ്ട്. വൺ ഓഫ് ദി മീനിങ്സ് ആണ് മിസ് ആൻഡ് മിസ്സിസ് പറയണ പോലെ കുമാര സൃഷ്ടി. സനകം, സനന്ദൻ, സനാതനൻ, സനകുമാരൻ ഒക്കെ സൻ ഉള്ളത് കൊണ്ട് ഇവരെ സനകാദികൾ എന്ന് പറയുന്നു. ഇവരെ സൃഷ്ടിച്ചു. എന്താ അവരുടെ പ്രത്യേകത? നിഷ്ക്രിയാൻ ഊർധ്വരേതസ, കാര്യമായ പ്രവൃത്തികളിലൊന്നും ഏർപ്പെടാൻ താല്പര്യമില്ല.
മടിയന്മാർ എന്ന് പറയണ്ട, അങ്ങനെ പേരിട്ടുകൂടാ. നിഷ്ക്രിയാൻ ഊർധരേതസ, ഭഗവാൻ നിഷ്ക്രിയനാണ്. മടിയൻ എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പറയുമോ? പറയില്ല. മടിയൻ എന്ന് ഒരു മോശമായ ആൾക്കാർക്ക് കൊടുക്കണ പേരാ. ഭഗവാൻ നിഷ്ക്രിയനാണ്, ആ പേര് കൊടുക്കില്ല. അതുപോലെ ഇവർ അധികം പ്രവൃത്തി കൊണ്ട് അതിൽക്ക് ലോകത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവരല്ല. അതുകൊണ്ടാണ് നിഷ്ക്രിയാൻ ഊർധരേതസ. ശരീരത്തിൽ ഈ രേതസ്സുകളുടെ സഞ്ചാരം, മേപ്പട്ടായക്കാർക്ക് ആത്മീയ ഉയർച്ച ഉണ്ടാവുന്നതാണ്. ആ രേതസ്സിൻ്റെ സഞ്ചാരം സാധാരണ ആൾക്കാർക്ക് കീഴ്പ്പെട്ടാവും. അർവാക് രേതസ്സും ഊർധരേതസ്സും, നമ്മളൊക്കെ അധികം അർവാക് രേതസ്സാണ്. എന്നാൽ ഈ രേതസ്സുകളുടെ സഞ്ചാരം മേപ്പട്ടാക്കലാണ് യോഗവിദ്യ. അപ്പോൾ നമുക്ക് വികാരങ്ങളോ പ്രപഞ്ചത്തിലേക്ക് ഉള്ള അധികം ശ്രദ്ധയുണ്ടാവില്ല. അധികമായിട്ട് നമ്മൾ ചില പ്രത്യേക ഘട്ടത്തിൽ ആത്മീയത്തിലേക്ക് വരികയേ ചെയ്യരുത് എന്ന് അഭിപ്രായക്കാരുണ്ട്. കാരണം നിഷ്ക്രിയാനാവും, ഊർധരേതസ്സുകളാവും. അവർ സ്ത്രീ വിഷയത്തിനുണ്ടാവില്ല. അപ്പോൾ എങ്ങനെ വംശപരമ്പര ഉണ്ടാവുക? കുറേ കർമ്മങ്ങൾ ചെയ്തിട്ടേ അതിലേക്ക് വരാൻ പാടൂ എന്നൊരു അഭിപ്രായക്കാരുള്ളതാണ്. വിവേകാനന്ദൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞു അത്രേ, ഭാരതത്തിലത്തെ ആൾക്കാർക്ക് ഫുട്ബോളാണ് ഇപ്പോൾ വേണ്ടത് ഗീതയേക്കാൾ. യുവാക്കൾക്ക് അപ്പം നിഷ്ക്രിയാൻ ഊർധ്വരേതസ, ഒരുപാട് അങ്ങോട്ട് പോയാൽ നിഷ്ക്രിയന്മാരും ഊർധ്വരേതസ്സുകളും ആയിത്തീരും. ചെറുപ്പത്തിൽ അതായിക്കൂടാ. താൻ ബഭാഷേ സ്വഭൂപുത്രാം പ്രജാസുജത പുത്രകാഹ തന്നെ ച മോക്ഷധർമാണോ വാസുദേവപരായണ. സ്വഭൂ ബ്രഹ്മാവ്, സ്വയംഭൂ എന്ന് പറയും, ചിലപ്പോൾ സ്വഭൂ എന്ന് പറയും. പുത്രകാഹ പ്രിയപുത്രന്മാരെ, നിങ്ങൾ വിവാഹം കഴിച്ച പ്രജകളെ സൃഷ്ടിക്കുവിൻ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. പ്രജാസൃജത, വിവാഹമൊക്കെ കഴിച്ച പ്രജകളെ സൃഷ്ടിച്ചാലും സന്താനങ്ങളെ ജനിപ്പിക്കുവിൻ. പ്രജാസൃജത താൻ ബഭാഷെ എന്ന് അവരോട് പറഞ്ഞു. അപ്പം അവരെന്ത് പറഞ്ഞു? അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല, സൗകര്യമില്ല എന്ന് പറഞ്ഞു. മോക്ഷധർമ്മാണ, മോക്ഷധർമ്മത്തിൽ നിഷ്ഠയുള്ള വാസുദേവപരായണന്മാരായ അവർ ഒരിക്കലും വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഊർധ്വരേതസ്സുകളായ അതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് ആഗ്രഹമില്ല അച്ഛ എന്ന് അവർ പറഞ്ഞു. ഇച്ഛത്, ആഗ്രഹിച്ചില്ല. നയിച്ചത് ഏതിനെ? വിവാഹം കഴിക്കാൻ. തത് പ്രജാസൃജത പുത്രകാഹ, പുത്രക എന്ന് പറഞ്ഞാൽ വാത്സല്യം, പുത്ര എന്ന് പറഞ്ഞാൽ മതി, ക എന്ന് ചേർത്താൽ ഒന്നും കൂടി ബാല ബാലിക, പുത്രൻ പുത്രിക, പുത്രക പുത്രിക പുത്രക, ക ചേർത്ത ഒന്നും കൂടി ഒരു അരുമ എന്ന് പറയുമല്ലോ നമ്മൾ, അതാണ് പുത്രക. കുട്ടികളെ വിവാഹമൊക്കെ കഴിച്ച് പ്രജകളെ വർദ്ധിപ്പിക്കും, വാത്സല്യത്തോട് പറയും പുത്രക. നയിച്ചത്, മോക്ഷധർമ്മികളായിട്ടുള്ള അവരൊരിക്കലും അത് ഇഷ്ടപ്പെട്ടില്ല. വാസുദേവപരായണന്മാരാണ്. കാരണം വല്ലാണ്ട് ഗീതയും ഭാഗവതം ഒക്കെ നോക്കിയാൽ കുട്ടിക്കാലത്ത് പെട്ടെന്ന് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് വിരക്തി വരാൻ പാടില്ലല്ലോ ഒരു കണക്കിന്. സ്വപദ്യാതസ്തുതേരേവം പ്രത്യാഖ്യാതാനുശാസനൈ ക്രോധം ദുർഭിഷകം ജാതം നിയന്തും ഉപചക്രമേ. അച്ഛൻ പറഞ്ഞത് കേൾക്കില്ലേ കുട്ടികൾ വേണ്ട? എന്താ ഇവരിങ്ങനെ? അപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. ആദ്യ പ്രസംഗങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ലേ? ആദ്യത്തെ മക്കൾ തന്നെ ഉണ്ട് അത്രേ പറഞ്ഞാൽ കേൾക്കാത്തവർ. പിന്നെ ഇപ്പോഴത്തെ മക്കൾ പറഞ്ഞാൽ കേട്ടില്ല വെച്ചാൽ അത്ഭുതപ്പെടാനും ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. അവധ്യാത സുതൈ, അനുസരിക്കാത്തതായിട്ടുള്ള നിരാകരിച്ച അവരോട് ദേഷ്യം വന്നു. പ്രത്യാഖ്യാത, അവധ്യാത, അപ്പോൾ ബ്രഹ്മാവിനെ അവർ ചെറുതായി കണ്ടു. അതുകൊണ്ടല്ലേ പറഞ്ഞാൽ അനുസരിക്കാത്തത്. അപ്പോൾ വല്ലാത്ത ദേഷ്യം ഉണ്ടായി ബ്രഹ്മാവിന്. ദുർവിഷഹം, അടക്കാൻ കഴിയാത്ത ദേഷ്യം വന്നു. ഉപചക്രമേ, ദേഷ്യപ്പെട്ടു. അവധ്യാത സുതൈരേവം, അവധ്യാത സുത നിരാകരിച്ച മക്കൾ,
അച്ഛൻ്റെ വാക്കിനെ നിരാകരിച്ച ആ മക്കളോട് പ്രത്യാഖ്യാതാനുശാസനി ശാസനം നിരസിച്ചപ്പോൾ ദുർവിഷകം ക്രോധം ജാതം നിയന്ത്രിക്കാൻ വിഷമമുള്ള ക്രോധം ഉണ്ടായി. ക്രോധം ഉണ്ടായപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു? അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. വന്ന കോപത്തെ അടക്കാൻ ശ്രമിച്ചു. പക്ഷെ വന്നു കഴിഞ്ഞു കോപം. പിന്നെ അടക്കിയിട്ടും കാര്യമില്ല. വന്നാൽ അടക്കിയിട്ട് കാര്യമില്ല. കാരണം അതിൻ്റെ ദോഷം അവിടെ ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞത്. ആ കോപത്തെ അടക്കാനായിക്കൊണ്ട് ശ്രമിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.